Last class we were discussing about numerical integration. That is, how can we find the area of a given curve with the help of sequences. First method we have discussed, that is Riemann sum. Now we will go on to trapezoidal rule. ഈ ക്ലാസ്സിൽ നമ്മൾ ട്രപ്പീസോയിഡൽ റൂൾ എങ്ങനെയാണെന്നും അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീമാൻ സമ്മിൽ റെക്ടാംഗിൾസിന്റെ ഇതായിരുന്നു റീമാൻ സം. ഇവിടെ നമ്മൾ റെക്ടാംഗിൾസിന്റെ ഏരിയ ആയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രൽ വാല്യൂവിനെ അപ്രോക്സിമേറ്റ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇവിടെ റെക്ടാംഗിൾസ് അല്ല എടുക്കുന്നത്, നമ്മൾ ഇവിടെ എടുക്കുന്നത് ട്രപ്പീസിയംസ് ആണ്. സോ ദിസ് റൂൾ ഈസ് നോൺ ആസ് ട്രപ്പീസോയിഡൽ റൂൾ. അപ്പൊ നമുക്കറിയാം റീമാൻ സം കണ്ട സമയത്ത് നമ്മൾ ആദ്യം ഒരു പാർട്ടീഷൻ എടുത്തിരുന്നു. പാർട്ടീഷൻ ഓഫ് ദി ഇന്റർവെൽ എ ബി, ദാറ്റ് ഈസ് x0, x1, എക്സെട്ര xn. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ഫോർമുല കണ്ടതാണ്. സിമിലർലി ഹിയർ ഓൾസോ വി വിൽ take the partition of AB as x0, x1, etc. xn and will approximate the integral by this area of the trapezoids. അപ്പോൾ ഏരിയ ഓഫ് ദി ട്രപ്പിസോയിഡ് കാണുന്ന സമയത്ത് ഫസ്റ്റ് ട്രപ്പിസോയിഡ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു ഹൈറ്റ്, ഇത് x0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ കറസ്പോണ്ടിങ് ഹൈറ്റ് ഈസ് y0, അടുത്ത ആളുടെ ഹൈറ്റ് y1, എക്സെട്ര ലാസ്റ്റ് ആളുടെ ഹൈറ്റ് yn. സോ ഫസ്റ്റ് ട്രപ്പിസോയിഡിന്റെ ഏരിയ കാണുന്ന സമയത്ത് നമുക്കറിയാം ട്രപ്പിസോയിഡിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് y0 പ്ലസ് y1 ആണ് ഇൻറ്റു h. സോ ഫസ്റ്റ് ട്രപ്പിസോയിഡൽ ഏരിയ ഓഫ് ഫസ്റ്റ് ട്രപ്പിസോയിഡ് ഈസ് half of y0 plus y1 into h. Okay. Now area of the second trapezoid is half of y1 plus y2 into h, etc. The area of the last trapezoid is half of yn minus 1 plus yn into h. So what will be the total area of the trapezoids? That will be sum of all these, that is half into h ഞാൻ കോമൺ എടുക്കണം because അത് എല്ലാത്തിലും ഉണ്ട്. So we have this h by 2 or half into h plus y0 plus y1 plus അടുത്തത് y1 plus y2 etc. Last term is yn minus 1 plus yn. So this will give you h by 2 into, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും y0ഉം yn ഒരു പ്രാവശ്യമാണ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ടേംസും, അതായത് y1 രണ്ട് പ്രാവശ്യം വരും, സിമിലർലി y2 രണ്ട് പ്രാവശ്യം വരും. സോ ദിസ് വിൽ ഗീവ് യു y0 പ്ലസ് yn പ്ലസ് 2 ടൈംസ് ദ റെസ്റ്റ് ഓഫ് ദി ടേംസ്, ദാറ്റ് ഈസ് y1 പ്ലസ് എക്സെട്ര yn മൈനസ് 1. അതെങ്ങനെ വന്നത്? കാരണം ഇവിടെ ട്രപ്പിസോയിഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ട്രപ്പിസോയിഡിന് y0 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും y1 റൈറ്റ് സൈഡും ആണ്. സെക്കൻഡ് ട്രപ്പിസോയിഡ് എടുക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോഴും y1 വന്നു അല്ലെ, y1 ലെഫ്റ്റ് സൈഡിൽ വന്നു, പിന്നെ ഇത് y2. അപ്പൊ y1 രണ്ടിലും വന്നു. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ ഹൈറ്റുകളും y0ഉം yn ഒഴികെ ബാക്കി എല്ലാ ഹൈറ്റുകളും കോമൺ ആയിട്ട് രണ്ട് ട്രപ്പിസോയിഡിൽ വരുന്നുണ്ട്. ഫസ്റ്റ് എടുത്താലും സെക്കൻഡ് എടുത്താലും y1 ഉണ്ട്, സെക്കൻഡ് എടുത്താലും തേർഡ് എടുത്താലും y2 ഉണ്ട്, എക്സെട്ര. അപ്പൊ y0ഉം yn മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് വരാത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഫോർമുല എന്തായിട്ട് മാറി? h by 2 into y0 plus yn plus 2 times rest of the yi values. Clear? അപ്പൊ ഇതിനെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഞാൻ സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് ഈ ഫോർമുല മാത്രം മതി. So this is the formula to find the integral using trapezoidal rule, that is integral a to b f of x dx is equal to, നമുക്കറിയാം b minus a by n ആണ് h അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. b minus a by n ആണ് h. So this is h by 2 into y0 എന്ന് പറഞ്ഞാൽ f of x0 plus 2 times y1 etc. That is 2 times f of x1 etc. 2 times f of xn minus 1 plus last term yn, that is f of xn. So this is the formula. Clear? Now നമുക്കറിയാം ഇതൊരു അപ്രോക്സിമേഷൻ ആണ്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഈ ഒരു പോർഷൻ മിസ്സിംഗ് ആണ് ഏരിയന്ന് അല്ലെ. ഈ ഒരു സ്മോൾ പോർഷൻ എ എന്ന് വിളിക്കാം.
അതേപോലെ ഇവിടെ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട് ബി. സോ ദിസ് ഈസ് നോട്ട് ദി അക്യുറേറ്റ് വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ, ദിസ് ഈസ് ജസ്റ്റ് ആൻ അപ്രോക്സിമേഷൻ ആയതുകൊണ്ട് തന്നെ എത്ര സൈസ് പാർട്ടീഷന്റെ സൈസ് എത്ര കൂട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഏരിയ കുറച്ചും കൂടിയും ആക്ച്വൽ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ റീമാൻ സമ്മിൽ കണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു എറർ ഉണ്ടായിരിക്കും. ആ എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ദ എറർ ഇൻ ദ ട്രപ്പിസോഡൽ റൂൾ ഈസ് ഗിവൺ ബൈ ET and the modulus value of ET is less than or equal to B minus A by 12 into H square M2. അപ്പൊ B minus A നമുക്ക് എന്താണെന്ന് അറിയാം, ഇന്റർവെൽ ആണ് AB by 12. Now what is this H square and M2? H നമ്മൾ ഓൾറെഡി അറിയാം, B minus A by N ആണ് H. So that is H square. Now M2 is the upper bound for modulus of F double dash. ഇപ്പൊ ഇവിടെ നമുക്ക് എറർ കാണാൻ പറഞ്ഞാൽ ആകെ ഒരു കാര്യം കാണുള്ളൂ. തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും f of x, അതിന്റെ f dash of x കാണാം, അതുപോലെ തന്നെ f double dash of x കാണാം, അയാളുടെ മോഡുലസ് വാല്യൂ കാണാം ഓൺ ദി ഇന്റർവെൽ AB എന്ന് പറയുന്ന ഇന്റർവെല്ല് ക്ലോസ്ഡ് ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും ആ ഇന്റർവെല്ലിൽ അയാളുടെ മോഡുലസ് വാല്യൂ കാണാം. അതിനെയാണ് നമ്മൾ M2 എന്ന് വിളിക്കുന്നത്. So the error of the trapezoidal rule will be always less than or equal to this value, B minus A by 12 into H square M2. Okay, now we can do one problem using trapezoidal rule. Find integral 0 to 2 1 by 1 plus x dx. ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇന്റഗ്രൽ വാല്യൂ നമുക്ക് ട്രപ്പിസോഡൽ റൂൾ വെച്ച് കണ്ടുപിടിക്കാം. വിത്ത് n ഈക്വൽ ടു 4. n നമ്മൾ ഇവിടെ എടുക്കുന്നത് 4 ആയിട്ടാണ്. ആൻഡ് വി വിൽ ആൾസോ കാൽക്കുലേറ്റ് ദ എറർ ഇൻ അപ്രോക്സിമേഷൻ. അപ്പൊ ഫസ്റ്റ് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്ക് h ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ h കണ്ടുപിടിക്കണം. h is given by the formula b minus a by n. b എത്രയാണ് ഇവിടെ തന്നിരിക്കുന്ന ഇന്റർവെൽ 0 to ആണ്. So b is 2 minus 0 by 4. This will give you 2 by 4, that is 1 by 2 or 0.5. So this is h. അങ്ങനെയാണെങ്കിൽ ഇനി പാർട്ടീഷൻ എഴുതാം. പാർട്ടീഷൻ ഓഫ് ദി given interval is x0, x1, etc. xn. അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് ഏതാ, ഫസ്റ്റ് പോയിന്റ് x0 ആണ്, അത് a തന്നെയാണ്, that is 0. Now what is x1? x1 is given by x0 plus h, that is 0 plus 0.5. That will give you 0.5. ഇനി x2 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, x1 plus h ആണ്, that is 0.5 plus 0.5. That will give you 1. Now x3 is the point x2 plus h, that is 1 plus 0.5. That will give you 1.5. And x4 is given by x3 plus h, that is 1.5 plus h, that is 1.5 plus 0.5. That will give you 2. This is the last point B. Okay. So which was the partition? If this is 1 and this is 2, this is x0 and this is x4, and you have x1, x2, x3 all equally spaced points. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എത്ര ഇന്റർവെൽസ് വന്നു, ഇതൊരു ഇന്റർവെല് ആദ്യത്തെ ഫസ്റ്റ് വൺ, and this is the second one, this is the third one, this is the fourth one. അപ്പോൾ n 4 എടുത്താൽ നമുക്ക് എത്ര ഇന്റർവെൽസ് കിട്ടും, 4 ഇന്റർവെൽസ് കിട്ടും. ഇനി എന്തായിരുന്നു ട്രപ്പിസോഡൽ റൂളിന്റെ ഫോർമുല? ട്രപ്പിസോഡിന്റെ റൂളിന്റെ ഫോർമുല എന്ന് പറയുന്നത് t ഈക്വൽ ടു ദിസ് വൺ, h by 2 ഇൻറ്റു അല്ലെ, h by 2 ഇൻറ്റു ഫസ്റ്റ് പോയിന്റിനെയും ലാസ്റ്റ് പോയിന്റിനെയും അങ്ങനെ തന്നെ എഴുതാം, ദാറ്റ് ഈസ് y0 പ്ലസ് y4. ഇവിടെ y4 അല്ലേ വരുള്ളൂ, കാരണം x4 വരെ കിട്ടിയിട്ടുള്ളൂ, പ്ലസ് 2 ടൈംസ് ദ റെസ്റ്റ് ഓഫ് ദി ടേംസ്, 2 ടൈംസ് y1 പ്ലസ് y2 പ്ലസ് y3. ഈ y0 എന്ന് പറഞ്ഞാൽ ആരാണ്, y0 എന്ന് പറഞ്ഞാൽ f of x0 ആണ്, y4 എന്ന് പറഞ്ഞാൽ f of x4 ആണ്. അപ്പൊ നമുക്ക് ആ വാല്യൂസ് മാത്രം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ f of x0, അതാണ് y0 അല്ലെ, y0 is f of x0, that is f of 0.
f of x എന്തായിരുന്നു 1 plus x ആയിരുന്നു. So 1 plus 0 that will give you 1. Now y1 is f of x1, that is f of എത്രയായിരുന്നു x1 0.5. So this will give you 1 by 1 plus 0.5, that is 1 by 1.5. അപ്പോൾ 1 by 1.5 എന്ന് പറയുമ്പോൾ this is 2 by 3 അല്ലെ. 3 by 2 എന്ന് പറയുമ്പോൾ okay, 2 by 3 എന്ന് പറയുമ്പോഴാണ് എന്ത് വരുന്നത് 1 by 1.5. Now similarly you can find y2. Y2 is what? F of x2, that is f of 1, that is 1 by 1 plus 1, that will give you 1 by 2. And y3 is f of x3, that is f of 1.5, that is 1 by 1 plus 1.5, and this will give you 2 by 5. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കാം. And last value is y4. Y4 is given as by the formula f of x4, that is f of 2, that will give you 1 by 1 plus 2, that is 1 by 3. Now substituting all these values here, you can find it as h is 1 by 2, so this will give you 1 by 2 by 2, that is 1 by 4 into y0, that is 1, plus y4, that is 1 by 3, and 2 times all the other terms, that is 2 times 2 by 3 plus 1 by 2 plus 2 by 5. So after simplification you will obtain this as approximately 1.1167 etc. So this is the value of the integral. ഇനി നമുക്ക് ഇവിടെ ഇന്റഗ്രലിന്റെ ആക്ച്വൽ വാല്യൂ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 by 1 plus x dx. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതും ചെയ്ത് നോക്കുക. സോ ദിസ് ഇന്റഗ്രൽ ഈസ് നത്തിങ് ബട്ട് log of 1 plus x. ശരിയല്ലേ? log of 1 plus x ആണ് within the limit 1 to 2. Sorry, 0 to 2. That is log of 2 കൊടുത്താൽ എന്താ കിട്ടുക? 1 plus 2 is 3. log 3 minus log 1. That is log 3 you can find in calculator as 1.0986 and log 1 is 0. So ഇതാണ് ആക്ച്വൽ വാല്യൂ 1.09. നമുക്ക് കിട്ടിയത് എന്താ? 1.11. സോ 1.1 അടുത്താണ് നമുക്ക് കിട്ടിയത് അല്ലേ? ആക്ച്വലി 1.09 ആണ്. അതായത് 1.1 അടുത്ത് തന്നെയാണ് ഇന്റഗ്രൽ വാല്യൂ ഉള്ളത്. ഇതാണ് ട്രപ്പിസോയിഡൽ റൂൾ പറയുന്നത്. ഇനി എറർ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എറർ കാണണമെങ്കിൽ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് കാണണം? എഫ് ഡാഷ് എക്സും കാണണം, എഫ് ഡബിൾ ഡാഷ് എക്സും കാണണം. അപ്പൊ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 1 by 1 plus x square ആണ്. So what will be f dash of x? F dash of x will be derivative of this one, that is minus 1 by 1 plus x square. That is f dash of x will be minus 1 by 1 plus x square the whole square, and f double dash of x will be 2 by 1 plus x square the whole cube. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് m2 എന്താണ്? What is m2? m2 is the upper bound of mod f double dash on the interval, തന്നിരിക്കുന്ന ഇന്റർവെൽ 0 to 0 to ഇതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ഇവിടെ x ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ആണ്, x ഡിനോമിനേറ്ററിലാണ്. അപ്പൊ x ന്റെ വാല്യൂ ചെറുതാവുമ്പോഴാണ്, ഇന്റർവെല്ലിൽ x ന്റെ വാല്യൂ ചെറുതാവുമ്പോഴാണ് ഫംഗ്ഷൻ വലുതാവുക. ശരിയല്ലേ? അതായത് ഇപ്പൊ 1 by x തന്നിട്ടുണ്ടായിരിക്കാം. 1 by x ന്റെ വാല്യൂ 1 2 എന്ന് പറയുന്ന ഇന്റർവെല്ലില് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 1 കൊടുക്കുമ്പോൾ 1 by x ന്റെ വാല്യൂ 1 ആ കിട്ടുക. 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടി? 1 by 2 കിട്ടി. അതായത് വലിയ x കൊടുക്കുമ്പോൾ, x ന്റെ വാല്യൂ വലുത് കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1 by x ന്റെ വാല്യൂ ചെറുതാണ് കിട്ടിയത്. ശരിയല്ലേ? അപ്പൊ x ന് ചെറിയ വാല്യൂ ആണ് കൊടുക്കേണ്ടത് എപ്പോ? x ഡിനോമിനേറ്ററിൽ വരുമ്പോൾ. അപ്പൊ ഇവിടെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടുക? 0 കൊടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദിസ് ആസ് 2 by 1 plus 0 square
the whole cube, that is 2 by 1 cube, that is 2. So this is the maximum value of mod f dash on the interval 0 to, that is 2. M2 is 2. Now by trapezoidal rule error, mod ET is less than or equal to b minus a by 12 into h square M2. That is equal to b was 2, a is 0 by 12 into h was 0.5, so 0.5 square into M2 is 2. So this will give you 2 and this will get cancelled, 6 and 2 and this get cancelled, 3. This will give you 0.5 square by 3. That is approximately 0.0833. So this is the error in this trapezoidal rule. So trapezoidal rule എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂവിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾ തന്നെയാണ് റീമാൻ സം പോലെ തന്നെ. എറർ എന്ന് പറയുന്നത് മാത്രം ഇവിടെ നിന്ന് നോട്ട് ചെയ്യുക. എറർ എന്ന് പറയുന്നത് മോഡ് ബി മൈനസ് എ ബൈ 12 ഇൻറ്റു എച്ച് സ്ക്വയർ M2 ആണ്. ഇനി നമുക്ക് അടുത്ത റൂൾ പഠിക്കാം, ദാറ്റ് ഈസ് സിംപ്സൺസ് റൂൾ. ഇപ്പൊ നമ്മൾ ട്രപ്പിസോയിഡ് വെച്ചിട്ടാണ് ഒരു ഫംഗ്ഷന്റെ ഏരിയ അപ്രോക്സിമേറ്റ് ചെയ്തത്. ഈ റൂളിൽ നമ്മൾ ഒരു പരാബോള വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു കർവ് വെച്ചിട്ടാണ്. അപ്പൊ മോൾ ഭാഗം ഒരു കർവ് തന്നെയാണ്, നേരത്തെ പോലെ റെക്ടാംഗിളും ട്രപ്പിസോയിഡും ഒന്നല്ല, ഒരു കർവ് തന്നെയാണ്. ആൻഡ് ദിസ് ഫോർമുല ഇസ് ഗിവൺ ബൈ ഇന്റഗ്രൽ a to b f of x dx is equal to, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെറിവേഷൻ പറയണില്ല, ജസ്റ്റ് നമുക്ക് ഫോർമുലയുടെ മാത്രമേ ആവശ്യമുള്ളൂ. കഴിഞ്ഞ കാര്യത്തിൽ ട്രപ്പിസോയിഡൽ റൂളിലും ഫോർമുലയുടെ മാത്രമേ ആവശ്യമുള്ളൂ, പക്ഷെ അതിന്റെ ഡെറിവേഷൻ കുറച്ച് എളുപ്പമായോണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത് h/3 ഇൻറ്റു y0 പ്ലസ് y4 അല്ലെങ്കിൽ yn. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒറ്റ പ്രാവശ്യമാണ് വരുന്നുള്ളൂ. ആൻഡ് 4 ടൈംസ് y1 പ്ലസ് y3 പ്ലസ് എക്സെട്ര. സഫിക്സ് ഓഡ് ആയിട്ട് വരുന്ന ആൾക്കാർ y1 y3 y5 ഒക്കെ 4 ടൈംസും സഫിക്സ് ഈവൺ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ 2 ടൈംസും, ദാറ്റ് ഈസ് 2 ടൈംസ് y2 y4 എക്സെട്ര. ക്ലിയർ? അപ്പൊ ഒന്നുകൂടിയും പറയാം, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒറ്റ പ്രാവശ്യം വരുന്നുള്ളൂ. ആൻഡ് 4 ടൈംസ് y1 y3 എക്സെട്ര ഓഡ് ടേംസ് ആൻഡ് 2 ടൈംസ് y2 y4 എക്സെട്ര. അപ്പൊ ഈ ഫസ്റ്റ് ടേം y0ഉം yn-ഉം n ഇപ്പൊ 10 ആണെങ്കിൽ y10 ഉം പിന്നെ ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ആദ്യത്തെ രണ്ടാളെ ഒഴിവാക്കിയിട്ട്, അതായത് ഈ ഒരു ഹൈറ്റും ഒഴിവാക്കിയിട്ടുണ്ട്, അതിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ മാത്രം ഈ വണ്ടെ 2 ടൈംസ് എടുത്താൽ മതി. So this is the formula b minus a by n, that is h. So this is h/3 into f of x0 plus 4 times x1 plus 2 times fx2 plus 4 fx3 plus 2 fx4 etc. അപ്പൊ നിങ്ങൾ ഇത് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇതാണ് കുറച്ചുകൂടി എളുപ്പം ആലോചിക്കാൻ. y0 plus yn plus 4 times odd terms plus 2 times even terms. ട്രപ്പിസോയിഡിലായിരുന്നെങ്കിൽ എന്തായിരുന്നു, h/2 ആയിരുന്നു, പക്ഷെ അവിടെ y0 plus yn കഴിഞ്ഞാൽ പിന്നെ ആകെ ഒറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ, എന്ത്, 2 times the rest of all terms. Clear? Now the error in this method, Simpson's rule, is given as mod ET less than or equal to again b minus a by ഇവിടെ 180 ആണ് വരുന്നത്, b minus a by 180 into h raised to 4 m2. Sorry, h raised to 4 m4. So what will be m4? M4 will be the upper bound for the function mod f prime 4 or the fourth derivative of f. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് f ഡാഷ് കാണണം, f ഡബിൾ ഡാഷ് കാണണം, f ട്രിപ്പിൾ ഡാഷ് കാണണം ആൻഡ് f 4 പ്രൈം, അതായത് ഫോർത്ത് ഡെറിവേറ്റീവ് കാണണം. എന്നിട്ട് അതിന്റെ മോഡുലസ് വാല്യൂ ആണ് ഇവിടെ m4. ക്ലിയർ? So this is the formula for finding an integral using Simpson's rule. ഇനി ഇവിടെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കാനുണ്ട്, ട്രപ്പിസോയിഡൽ റൂൾ പോലെയല്ല, ഇവിടെ n എന്ന് പറയുന്നത് എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കണം. സോ n ഷുഡ് ബി ഓഫ് ദി ഫോം 2m. അതായത് n നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ 5 എടുക്കാൻ പറ്റില്ല. n ക്യാൻ ബി ഓഫ് ദി ഫോം 2, 4, 6, 8 എക്സെട്ര.
ഇത് മാത്രം ഇവിടെ നോട്ട് ചെയ്യുക. അത് ഡെറിവേഷൻ കിട്ടുന്നതാണ്. അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യണില്ല. നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ ചെയ്ത അതേ പ്രോബ്ലം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2 1 by 1 plus x dx. And we take n for so x0 x1 x1 x2 x3 x4 ഒക്കെ നമ്മൾ കണ്ടതാണ്. ആൻഡ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം തന്നെ എടുത്തത്. y0 y1 y2 y3 y4 എല്ലാം നമുക്ക് അറിയാം വാല്യൂസ്. ഇനി നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, വെറുതെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. So this integral is equal to, formula is h by 3 times y0 plus yn plus 4 times y1 plus ഇനി ഏതാ ഒരു ടേം ഉള്ളത് y3. ശരിയല്ലേ? ഇവിടെ എത്ര ടേംസ് നമുക്കുള്ളത്? y0 y1 y2 y3 and y4 plus 2 times even terms. Even terms ആര് മാത്രമേ ഉള്ളൂ? y2 മാത്രമേ ഉള്ളൂ. ഇനി y4 എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇവിടെ y4 വന്നു. ഓക്കെ, ദിസ് ഐ എം റീപ്ലേസിംഗ് ഇറ്റ് ആസ് y4. ലാസ്റ്റ് ടേം y എന്ന് പറയുന്നത് y4 ആണ്. സോ ദിസ് ഈസ് ദി ഫോർമുല ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂസ്. സോ ദ വാല്യൂസ് വിൽ ബി ഫ്രം previous one. We can have this 1 2 by 3 1 by 2 2 by 5 and 1 by 3. That is y0 was 1 and y4 was 1 by 3 plus 4 times y1 plus y3. y1 was 2 by 3 and y3 was 2 by 5 plus 2 times the even term. Even term y2 was 1 by 2. And after simplification, you can verify this is approximately 1.1. But what was the actual integral value? Actual integral value was 1.0986. The Simpson's rule is much more better than the trapezoidal rule. കാരണം നമ്മൾ അവിടെ ട്രപ്പീസോയിഡ്സ് വെച്ചിട്ടല്ല, ആ തന്നിരിക്കുന്ന കർവിന്റെ പരാബോള ആയിട്ട് അല്ലെങ്കിൽ ആ കർവായിട്ട് തന്നെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണത്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എററും എസ്റ്റിമേറ്റ് ചെയ്യാം. എറർ ഇൻ സിംപ്സൺസ് റൂൾ, ദാറ്റ് ഇസ് ES, ET ആയിരുന്നില്ല, ES ആണ്. ഓക്കെ, ES that is less than or equal to b minus 8 by 180 into h raised to 4 into m4. ഇപ്പൊ m4 കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? f dash x ഉം f double dash x ഉം കണ്ടുപിടിക്കാം. ഇപ്പൊ f dash x ഓൾറെഡി പറഞ്ഞാണ് -1 by 1 plus x -1 by 1 plus x square, and f double dash x was 2 by 1 plus x cube, and f triple dash x, that will be -6 by 1 plus x raised to 4, and the last one f4 prime x is 24 by 1 plus x all raised to 5. So mod f4 prime x ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x ന് ഏറ്റവും മിനിമം വാല്യൂ കൊടുക്കുക, that is x0 കൊടുക്കുക. So you will get this as 24. So this is less than 2 minus 0 by 180 into 0.5 all raised to 4 into 24. So this will give you approximately 0.0167. So this is the error in Simpson's rule, 0.016. And what was the error in trapezoidal rule? Trapezoidal rule error was 0.08. So this is 0.01. Okay, so this is better. Simpson's rule is better than trapezoidal rule. ഇതിപ്പോ നമ്മൾ ചെയ്തത് n തന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് n തരില്ല, n നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അതായത് എറർ, ഇപ്പൊ ട്രപ്പീസോയിഡൽ റൂളിന്റെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ എറർ ഷുഡ് ബി ലെസ് ദാൻ, ഇപ്പൊ ഇങ്ങനെ ഒരു നമ്പർ വന്നതായിരിക്കും 0.00
5. ഇതിനേക്കാളും ചെറുതായിരിക്കണം എറർ എന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ നമുക്ക് n-ന്റെ സൈസ് അവിടുന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? കാരണം നമുക്കറിയാം എററിന്റെ ഫോർമുല ET is less than or equal to b minus a by 12 into h square m2. ട്രപ്പിസോഡൽ റൂളിന്റെയാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് ലെസ് ദാൻ അല്ലെ, ഈ എറർ ലെസ് ദാൻ 0.005 എന്ന് എടുത്താൽ മതി. അപ്പൊ ബിയുടെ വാല്യൂ നമുക്ക് അറിയാം, തന്നിരിക്കുന്ന ഇന്റർവെൽ ആയിരിക്കും. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ ദിസ് ഈസ് 2 - 0 by 12 into എച്ചിനെ ഒന്നും ചെയ്യണ്ട, എച്ചിനെ അങ്ങനെ തന്നെ എഴുതാം, h സ്ക്വയർ ഇൻറ്റു m2. m2ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. m2ന്റെ വാല്യൂ എന്തായിരുന്നു കിട്ടിയത്? 2 ആയിരുന്നു തോന്നുന്നു. ഓക്കെ, this is less than 0.005 and simplifying this you will get h less than this one. അപ്പൊ h ഇതിനേക്കാളും ചെറുതാന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനിയിപ്പോ h കണ്ടുവിട്ട് n കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? h ന് പകരം b minus a by n കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ലെസ് ദാൻ ഒരു നമ്പർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ ഒരു വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ 5 എന്ന് കിട്ടിയായിരിക്കും, അല്ലെങ്കിൽ 5.6 എന്ന് കിട്ടിയാൽ യു ക്യാൻ ടേക്ക് n as 6. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. സൈസ് ഓഫ് ദ ഇന്റർവെൽ തരണമെന്നില്ല. എറർ ഒരു നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ യൂസിങ് ദിസ് ഫോർമുല യു ക്യാൻ ഫൈൻഡ് n ഓൾസോ ആൻഡ് യു ക്യാൻ ഡു ദി പ്രോബ്ലം. അപ്പൊ ഇത്രയാണ് ന്യൂമറിക്കൽ ഇന്റഗ്രേഷനിലുള്ളത്. കൂടുതൽ എക്സാമ്പിൾസ് ചെയ്തു നോക്കുക.